പറയണേ. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്റ്റീനിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്റ്റീനിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇവനൊക്കെ എവിടുന്ന് വരുന്നതാണ്? ഇന്ന് മാർച്ച് 24-ാം തീയതി, നാളെ 25, നാളെ ഞങ്ങൾക്ക് വൈവയാണ്. നമ്മൾ ഫൈനൽ ഇയർ കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെല്ലാ ഒരുക്കങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതേപോലെ ഇരിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അന്നാടെ പോകിട്ടില്ല. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അതിഥി ഈസ് ബാക്ക് ഗൈസ്. അതിഥിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ മിസ് ചെയ്തു. ഇവരെന്നെ മനഃപൂർവ്വം കൂട്ടിയത് ഗൈസ്. ഞങ്ങൾ ബ്ലഡിയായിരുന്നു. യെസ്, അങ്ങനെ ആ സത്യം നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിഥി ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതിഥി വയറിളക്കം വന്ന് നമ്മുടെ വീഡിയോയുടെ കമന്റ്സിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എന്നെ മതി. ഇതാണ് നമ്മുടെ അതിഥി. അതിഥി വീണ്ടും വന്നു. അതിഥിക്ക് 2 വീഡിയോ ഇട്ടുള്ളൂ. അതിന് മുന്നേ അതിഥിക്ക് കുറെ ഫാൻസ് സ്വന്തമായി പറയാണ് ഗൈസ്. ഏതായാലും അപ്പം നാളെ നമുക്ക് വൈവയാണ്. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ബുക്കൊക്കെ നമ്മൾ നാളെ കാണിച്ചു തരാം. ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ഫുള്ള്. ഒരുമാതിരി ഇത്രയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് നോക്കണം എല്ലാം കൂടെ അല്ലേ. ഓക്കെ, കോളേജിൽ വന്നിട്ട് ലസ്സിയൊക്കെ കുടിക്കാൻ പോയി. വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് ചെയ്തു. അതിൻ്റെ വീഡിയോസ് നമ്മളിവിടെ സ്റ്റിനിയ ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേറെ വല്ല വ്ളോഗോ അല്ലെങ്കിൽ വാട്ട് സ്റ്റിനിയ ഈറ്റ്സ് ഇൻ എ ഡേയോ അല്ലെങ്കിൽ വേറെ ചലഞ്ചസ് ഒക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചെയ്യണം എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിന് മുമ്പ് കമൻറ്റ് ചെയ്യണം. ബിക്കോസ് അത് കഴിഞ്ഞാൽ ഞങ്ങളാരും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ വൈവ് ഡേ ആണ്. ഇന്നലെ നമ്മൾ ഇന്നാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻസ്ഡാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരാൾ ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് വൈവ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കേ, ജോലിയിലായാലും അപ്പുറത്താണ് ഒരു ടെസ്റ്റിലാണ്. അതിഥി ഒരുങ്ങിയോ? ഒരുങ്ങിയില്ല, ഒരുങ്ങിയൊന്നുമില്ല. എന്തിനാ വന്നത്? വൈവ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോളി. എക്സൈറ്റഡ് ആണോ? പിന്നെ ഓഫീസിലൊക്കെ ഇങ്ങനെ ഹലോ ഗൈസ്, നമ്മുടെ വൈവൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ ഒഴിവായി ഇങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കയറിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ ഇപ്പോൾ ഒഴിവായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഭയങ്കര ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണിക്ക് എനിക്കും സെയിം തന്നെയായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ
മീൻ നമ്മുടെ മാം ഭയങ്കര ഒന്നും പറയാൻ സമ്മതിച്ചില്ല. 2 സെന്റൻസ് പറയുമ്പോൾ തന്നെ മാം ഓക്കെ ഓക്കെ താങ്ക് യു, പഠിച്ചുകൊണ്ട് വന്നത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല വൈവായിരുന്നു. ഇനി നമ്മൾക്ക് ഒരു 3 മണി തൊട്ട് 6 മണി വരെ ഹോളി സെലിബ്രേഷൻ ഉണ്ട്. കല്യാണം ഉണ്ടാവുന്നത് ഞാൻ പോവാ കല്യാണം ഭയങ്കര ബിസിയാണ്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മള് കുറച്ച് പേരുണ്ടാവും. പ്രോജക്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗമില്ല, നമുക്ക് മതിയാണ്. കുറേ കഷ്ടപ്പെട്ട് എന്താ സേ ഹായ്. ഹായ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ വൈവ കഴിഞ്ഞു. ബൈ.